Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അപ്പം പ്രഭു മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അതിലൊരു സീനിയറായിട്ടുള്ളൊരു ഭക്തനാണ് ത്രിഭുവനാഥ് പ്രഭു എന്ന് പറയും. അദ്ദേഹം വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഭക്തനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് ഒരുപാട് സ്ഥലത്ത് പ്രചരണം നടത്തുകയും ഈ അറബിക് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രചരണം ചെയ്തൊരു ഭക്തനാണ് ത്രിഭുവനാഥ്. അപ്പം അദ്ദേഹത്തിന്റെ ബ്രഹ്മചാരി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു അനുഭവം പറയുകയാണ്. അദ്ദേഹം ഒരു യൂറോപ്യൻ ഭക്തനാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യത്താണ് ഉള്ളത്. അപ്പം സ്കോട്ട്ലൻഡ് UK-യുടെ പാർട്ടാണ്, ബ്രിട്ടന്റെ പാർട്ട്. അപ്പം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രഭുപാദ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അവിടെ വന്നു, അവിടെ പ്രചരണം ചെയ്യാനായിട്ട് വന്നു. അപ്പം അവരുടെ കയ്യിൽ അന്ന് ധനം വളരെ കുറവായിരുന്നു, ത്രിഭുവനാഥ് പ്രഭുവിന്റെ കയ്യിൽ. അപ്പൊ പ്രഭുപാദ് വന്ന് അദ്ദേഹം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു ഗ്ലാസ്കോ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക്. അവിടുത്തെ സ്കോട്ട്ലൻഡിലെ വലിയൊരു സിറ്റിയാണ് ഗ്ലാസ്കോ. അപ്പൊ അവിടേക്ക് പക്ഷെ അവർക്ക് പോകാനായിട്ട് കാർ അറേഞ്ച് ചെയ്ത് പോകാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ ട്രെയിനിലാണ് പോയത്. പ്രഭുപാദും എല്ലാവരും കൂടെ ട്രെയിനിലാണ് പോയത്. അന്ന് അദ്ദേഹം പറയുന്നു, അന്ന് രാവിലെ പ്രഭുപാദ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് ട്രെയിനിൽ പോയി. ഉച്ചയ്ക്കെത്തി. പക്ഷെ ആരും ഉച്ചയ്ക്കുള്ള പ്രസാദം എടുക്കാനായിട്ട് മറന്നുപോയി ഡിവോട്ടീസ്. അപ്പോൾ പ്രഭുപാദ് പക്ഷെ ഒന്നും പറഞ്ഞില്ല, കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ല. അവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. പക്ഷെ അത് വളരെ നല്ലൊരു പ്രോഗ്രാം. 400-500 പേര് അവിടെ ആ പ്രോഗ്രാമിന് വന്നു. അപ്പൊ അതിനെക്കുറിച്ച് ത്രിഭുവനാഥ് പ്രഭു പറയുന്നത്, ആ പ്രോഗ്രാമിന് ഒരുപാട് ഈ തെരുവ് കുട്ടികളും ഉണ്ട് അവിടെ. അങ്ങനെ സ്ട്രീറ്റ് ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അവരും ഒക്കെ ആ പ്രോഗ്രാമിന് കയറി കീർത്തനമൊക്കെ കേട്ടിട്ട്. അപ്പം ഡിവോട്ടീസൊക്കെ അവരെ എങ്ങനെയും പുറത്താക്കണം എന്നുള്ള ഇത് നിൽക്കുമ്പോൾ പക്ഷെ പ്രഭുപാദ് വേണ്ട, അവരവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ പ്രഭുപാദ് അവരുമായിട്ടൊരു കണക്ഷൻ, ഒന്ന് സംസാരിച്ചില്ലെങ്കിലും ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു എന്ന് ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് പ്രഭുപാദ് ഭഗവത്ഗീതയിൽ നിന്ന് നല്ലൊരു ലെക്ചർ എടുത്തു. ലെക്ചറിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ ഫസ്റ്റ് ഒരാൾ എണ്ണിച്ചതൊരു മായാവാദിയായിരുന്നു എണ്ണിച്ചത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവമാണ്, നമ്മളെല്ലാരും ദൈവമാണ്, നിങ്ങളെല്ലാരും ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രഭുപാദ് ഒന്നും ഇന്റർഫിയർ ചെയ്തില്ല. പ്രഭുപാദ് അദ്ദേഹത്തിനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഏറ്റവും ഫ്രണ്ടിലാണ് ഓഡിറ്റോറിയത്തിന്റെ. അപ്പം അദ്ദേഹവും പ്രഭുപാദും ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിക്കൊണ്ടിരുന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ലാതായി. എന്തെങ്കിലും അതിങ്ങനെ പറഞ്ഞു അവസാനം നിർത്തി. അന്നേ പ്രഭുപാദ് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്, എന്താണ് പ്രഭുപാദ് പറയാൻ പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് പ്രഭുപാദ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഭയങ്കര ഗ്രേവായിട്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു, യു ആർ നോട്ട് ഗോഡ്, യു ആർ നോട്ട് ഗോഡ്, യു ആർ ഡോഗ് എന്ന് പറഞ്ഞു. നിങ്ങളൊരു നായാണ് എന്നുള്ള രീതിയിൽ അത്രയും അത് അത്രയും അയാളെ വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് അയാളങ്ങ് ഡൗൺ ആയിപ്പോയി. അയാൾ പുറകോട്ടങ്ങ് ഇരുന്നു. പക്ഷെ ഇത് കണ്ടപ്പം എല്ലാരും കൂടെ എഴുന്നേറ്റിട്ട് ഈ വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുമ്പം ഇതാകുന്ന പോലെ എല്ലാവരും ശൂളം വിളിക്കുകയും കൈയടിക്കുകയും എല്ലാം ചെയ്തു. പ്രഭുപാദും അത് കേട്ടിട്ട് സർപ്രൈസ്ഡ് ആയി, ഈ ഒരു റിയാക്ഷൻ കേട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രഭുപാദിനെ ബാക്ക് ചെയ്തു. ആ ഒരു സെന്റൻസ് അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ പ്രഭുപാദ്, വേറെ ഒന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി അവര് ഡോറ് തുറന്ന്, ത്രിഭുവനാഥ് പ്രഭു ഡോറ് തുറന്ന് വെക്കുകയാണ് പ്രഭുപാദിനെ ഹാളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേന് ബാക്കി ശിഷ്യന്മാരും സെർവൻസ് ഒക്കെ പുറകിലാണ്. പ്രഭുപാദ് അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കിയിട്ട്, അദ്ദേഹത്തിന്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പതുക്കെ തടവി അദ്ദേഹത്തിന്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ പ്ലീസ്ഡ് ആണ് നിന്നിൽ, നീ ഇതേപോലെ എല്ലായിടത്തും ഈ സ്കോട്ട്ലൻഡ് മുഴുവനായിട്ട് പ്രചരണം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് തിരിച്ച് പക്ഷെ അവർക്ക് അപ്പോൾ ഉച്ച കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേറൊന്നും പ്രഭുപാദിന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർ ഓറഞ്ച് മാത്രം മേടിച്ചു. അപ്പോൾ പ്രഭുപാദ് 10 ഓറഞ്ച് കഴിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതില് ത്രിഭുവനാഥ് പ്രഭു പറയുന്നത്,
അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ധനവും അധികം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം ആധ്യാത്മിക ഗുരുവിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്റെ പൂർണ്ണമായിട്ടുള്ള എഫേർട്ട് എടുത്തു. അപ്പൊ ആ സിൻസിയറിറ്റിയാണ് ആധ്യാത്മിക ഗുരു നോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിനകത്ത് ത്രിഭുവനാഥ് പ്രഭു പറഞ്ഞു. അങ്ങനെ നമുക്ക് അതിന്റെ ഫ്യൂച്ചർ അറിയാൻ പറ്റും, എത്ര സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ സിൻസിയറിറ്റിയാണ് സ്പിരിച്വൽ മാസ്റ്ററിനെ പ്ലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്.